Patrumal Season 2 powered by Cubix and celebrated by Maria's Pickle. സമൂഹത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളും മുദ്രകളും അടങ്ങിയതാണ് മാപ്പിളപ്പാട്ടുകൾ. പ്രണയത്തിനൊപ്പം തന്നെ പ്രാണൻ സംരക്ഷിക്കാനുള്ള ആത്മസമർപ്പണ സന്ദേശങ്ങളും ഈ കാവ്യശേഖരത്തിൽ ഉൾപ്പെടുന്നു. കുട്ടി പട്ടറുമാലിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വിന്നറിനെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമൻസിനായി റെഡിയായി കഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി മാപ്പിളപ്പാട്ടിന്റെ സഹയാത്രികൻ നമ്മുടെ സ്വന്തം ഫിറോസിക്ക. മൊഞ്ചുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ മൊഞ്ചുള്ള സുന്ദരി മറ്റാരുമല്ല സജല. ഒരുപാട് മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ഷബ്നം. പിന്നെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടക്കം കുറിക്കാനും നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം സീസൺ 1 പെർഫോമേഴ്സ് ആണ് ഇപ്പോൾ സ്പെഷ്യൽ പെർഫോമേഴ്സ് ആയി ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീസൺ 1 നമുക്ക് ഒരുപാട് സ്റ്റാർ വാല്യൂ ഉള്ളൊരു പെർഫോമർ ഉണ്ടായിരുന്നു. സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ നെയിം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബോളിവുഡ് സ്റ്റാറിന്റെ നെയിമാണ് അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനലിസ്റ്റ് കൂടിയാണ്. നമുക്ക് നല്ലൊരു കൈഡിയോടുകൂടി അക്ഷയിനെ സ്വാഗതം ചെയ്യാം. ചേച്ചി കൊറേ നാൾക്ക് ശേഷം കാണുകയല്ലേ, എന്നിട്ട് ചിരിയൊന്നും ഇല്ലല്ലോ മുഖത്ത്. നന്നായിട്ടൊന്ന് ചിരിച്ചേ, എല്ലാരും കാണട്ടെ. അപ്പൊ അക്ഷയ്, നമുക്കറിയാം ഫൈനലിസ്റ്റ് ആയിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു അക്ഷയ്. നമുക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഓർക്കാനുണ്ട് അക്ഷയ് പാടിയത്. ഇപ്പൊ ഈ സീസൺ 2 ഫിനാലയിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ആ ഫൈനലിന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഫൈനല്. പിന്നെ കുട്ടമാമനും റസാഖ് മാഷും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ വേദിയിലെത്തില്ലായിരുന്നു. പിന്നെ ജഡ്ജസ്, ഓർക്കസ്ട്ര, അഷറഫ് ഖാ, ബഷീർ ഖാ, ലാലുചേട്ടൻ, തനീഷേട്ടൻ, സുഭാഷേട്ടൻ, എല്ലാവരും. ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് അല്ലേ മോനെ? എന്താണെങ്കിലും ശരിക്കും നിങ്ങൾക്കൊക്കെ ഒരു ലേണിംഗ് കർവ് തന്നെയാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ. കാരണം നിങ്ങൾക്ക് ഒരുപാട് പേര്, രക്ഷിതാക്കൾ കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് പേര് ഗ്രൂം ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ആസ് എ വിന്നറാണ് വന്ന് നിൽക്കുന്നത് അല്ലേ? സീസൺ 1 നിന്ന് ഇവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല, അപ്പോൾ ആസ് എ ഗസ്റ്റ് ആയിട്ട് ഇവിടെ സ്പെഷ്യൽ പെർഫോമൻസിനായിട്ട് വന്ന് നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നു മോന്? സന്തോഷം തോന്നുന്നുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്? കണ്ണൂർ ഷെരീഫ് പാടിയ മെഹന്തി നിറമുള്ള. എന്താണെങ്കിലും ബ്രില്യൻ്റ് ആയിട്ട് പാടും, നമുക്ക് അറിയാൻ പാടുമെന്ന് നമ്മളെല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുകയാണ്.
പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു റൗണ്ട് തന്നെയാണ് ചിരിയുറുമാൽ. നമുക്കറിയാം, ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ചുമതല ഏറ്റെടുക്കുകയാണ് നമ്മുടെ കുട്ടി കണ്ടസ്റ്റൻസ്. ഇന്ന് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തുകയാണ് ഗാനാഞ്ജലി. ഹായ്, എൻ്റെ പേര് ഗാനാഞ്ജലി. ചിരി റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് പത്തായം പോലത്തെ വയറാണ് എന്ന പാട്ടാണ്. സുന്ദരിയായ പാത്തുമ്മയുടെ പുയ്യാപ്പിളെ കളിയാക്കി പാടുന്ന ഒരു പാട്ടാണിത്. എല്ലാവരും എൻ്റെ പാട്ട് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഗാനാഞ്ജലി, വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാണല്ലേ? കാരണം സംഗീതം അന്നേ ഉണ്ട്. വീട്ടിലാരൊക്കെ പാടും? പപ്പാച്ചൻ പാടും. അപ്പൊ ഈ ഡ്രസ്സിൽ ഇനി ഇല്ലാത്ത കളറില്ല, എല്ലാ കളറും ഉണ്ട്. നോക്കിയൊന്ന് കാണിച്ചു കൊടുത്തേ. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണോ ഈ മാലയൊക്കെ? സ്വന്തമായിട്ട് ചെയ്തതാണോ? പിന്നെ വാങ്ങിച്ചതാണോ? ഇങ്ങനത്തെ മാല കിട്ടിയോ? അപ്പൊ ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തുള്ള പെർഫോമൻസ് ആണല്ലേ? അപ്പൊ ചിരിപ്പിക്കാൻ റെഡി ആയിട്ട് വന്നേക്കാം. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പത്തായം പോലത്തെ വയറാണ്. എനിക്ക് വയ്യ. അപ്പൊ അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം റെഡിയല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യും കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോള്.
ഗാനാഞ്ജലി ചേച്ചി. അപ്പോൾ ഒരു എന്താ പറയാ, നമ്മളെയൊക്കെ അങ്ങ് ചിരിപ്പിച്ച് കളഞ്ഞു ഗാനാഞ്ജലി. എനിക്ക് അറിയേണ്ടത്, ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ സജ്ലാത്തേനെയും ഷബ്ന ചേച്ചിയൊക്കെ, എന്തിനാ ചൂണ്ടി കാണിച്ചേ? അവിടെ ഞാൻ പാത്തുമ്മ പെണ്ണായിട്ട്. അപ്പൊ പാത്തുമ്മയുടെ ഹസ്ബൻഡ് ആരാ? ഹസ്ബൻഡ് ആരാ? ഒരാള്. അത് പറയത്തില്ല. എനിവേസ്, എങ്ങനെയുണ്ടായിരുന്ന പെർഫോമൻസ് നമുക്ക് ചോദിക്കാം. സ്റ്റാർട്ട് വിത്ത് യു സജ്ല. അങ്ങനെ നീ ഞങ്ങളെ രണ്ടാളെയും പാത്തുമ്മ ആക്കണ്ട കേട്ടാ, നീയാണ് പാത്തുമ്മ ഇന്ന്. ഓക്കെ, പിന്നെ പാത്തുമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇഷ്ടപ്പെട്ടോ പാത്തുമ്മ എന്നുള്ള പേര്? നല്ല രസമുണ്ട് അല്ലേ? മറ്റുള്ളവരങ്ങനെ പാത്തുമ്മ എന്ന് വിളിക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ? സ്വന്തമായിട്ട് പേര് വരുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം വരാം. അപ്പം പാത്തുമ്മ ഫിക്സ് ആയിട്ടോ, എല്ലാവരും പാത്തുമ്മ എന്ന് വിളിച്ചാൽ മതിയാ അവളെ. പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളെ തകർത്തു കേട്ടോ. ഒരു കോമഡി സോങ് എങ്ങനെയാണോ അവതരിപ്പിക്കുക അങ്ങനെ അവതരിപ്പിച്ചു മോള്. ആ ഒരു വോയിസിൽ തന്നെ ഉണ്ട് ആ ഒരു കോമഡി എക്സ്പ്രഷനൊക്കെ. പിന്നെ ആ ഒരു പെർഫോമൻസിലൊക്കെ അത് ഫുള്ളായിട്ട് നല്ല എന്താ പറയുക ഫില്ല് ചെയ്തിട്ട് തന്നെ നിന്നു. പാട്ടാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും. പിന്നെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. നല്ലോണം സംസാരിക്കുന്ന കുട്ടിയാണല്ലോ, അപ്പോൾ കുറേ വിശേഷങ്ങൾ ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക്. TV-യിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്ത് കണ്ടപ്പോഴെന്താ തോന്നി? കാരണം കഴിഞ്ഞ പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ എന്ത് തോന്നി? എന്തായിരുന്നു ആ ഒരു ഫീല്? സന്തോഷം തോന്നി. സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ? അല്ല, വലിയ TV പാടി അഭിമാനം തോന്നി. അഭിമാനം തോന്നി? എല്ലാം തോന്നി. എല്ലാം തോന്നിയോ? ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ മോളെ, ചില സ്ഥലത്തൊക്കെ ഒരു എന്താ പറയുക കുറച്ചൊരു പെർഫെക്റ്റ് ആവാനുണ്ട്. പ്രത്യേകിച്ച് പല്ലവിയിലെ പാത്തുമ്മ പെണ്ണിൻ്റെ പിന്നെ ഹൈ പോർഷനൊക്കെ കറക്റ്റായിട്ട് എത്തി കേട്ടോ. നല്ല ഹൈയിലങ്ങനെ പാടി എത്തിച്ചു. പിന്നെ ചരണത്തിൽ ചെറിയൊരു താളത്തിൻ്റെ ആ ഒരു വേർഡ്സൊക്കെ വരുമ്പോൾ ആ ഒരു താളം ചെറുങ്ങനെ ഒന്ന് വലിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം നന്നാക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഫിറോസിക്ക. ഗാനാഞ്ജലി, എന്തോ ഞാൻ വിചാരിച്ചു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഈശ്വരിയമ്മ വന്നു എന്ന്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു പെട്ടെന്ന്. വേറെ ആർക്കും തോന്നിയോ? അങ്ങനെ തോന്നിക്കാണും, ഓർക്കസ്ട്രക്കാർക്കൊക്കെ തോന്നിക്കാണും. എല്ലാവരും ഈശ്വരിയമ്മ വന്ന് പെട്ടെന്ന് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് എന്ന് പഠിച്ചില്ലേ? അതുപോലെ ഒരു ഫീലാണ് തുടക്കത്തിൽ കിട്ടിയത്. എനിക്ക് അങ്ങനെ തോന്നി. മോള് ഒരു കുട്ടി എല്ലാവരും ഈശ്വരിയമ്മ. ഞങ്ങൾക്കൊരു കുട്ടി ജാനകിയമ്മയുണ്ട് ഇപ്പോൾ നിലവിൽ. ഒരു എല്ലാവരും ഈശ്വരിയമ്മ ഇരിക്കട്ടെ ഇനി. പക്ഷെ എല്ലാ പാട്ടുകളും അങ്ങനെയല്ല. മോൾ ഈ പാട്ട് ആ സ്റ്റൈലിൽ പാടിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലാണ് ഈ പാട്ട് കിടക്കുന്നത്. ഇത് ശ്രീമൂലനഗരം വിജയൻ സാറുടെ വരികൾ, വിദ്യാധര മാഷയുടെ സംഗീതം, CO ആൻഡോ ചേട്ടനും പ്രഭാകർ എന്ന് പറയുന്ന അവർ ചേർന്ന് പാടിയ എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ പാട്ടാണ്. മോള് നന്നായി പാടി. എനിക്ക് സജില പറഞ്ഞതിനോട് ഞാനൊരു യോജിക്കുന്നു. ആ ഒരു ഭാഗം മോളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാക്കാമായിരുന്നു. മോൾക്ക് വരും അത്. പിന്നെ ആ അവസാനമൊക്കെ എന്തായിരുന്നു? ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയായിരുന്നു. ഗംഭീരമായി അവസാനമൊക്കെ കേട്ടോ. വേണമെങ്കിൽ അവസാനം 2 times ഇവർ മ്യൂസിക് വായിച്ചില്ലേ, അപ്പോൾ ഒന്നിങ്ങനെ കളിക്കായിരുന്നു. ടങ്ക് ടക്ക് ടക്ക് എന്നൊക്കെ കളിക്കായിരുന്നു. എന്നാൽ ഇതിൻ്റെ അപ്പുറം പോയിരുന്നു. നന്നായി പാടി കേട്ടോ മോള്. ഇത് വരാത്തൊരു പാട്ട്, വളരെ പുതുമയുള്ളൊരു പാട്ട്, ഒരു കോമഡി റൗണ്ടിൽ വളരെ പുതുമയുള്ളൊരു പാട്ട് മോള് എടുത്തുകൊണ്ട് വന്നു അല്ലേ? ഞങ്ങൾക്ക് 2 പാത്തുമ്മമാരെയും തന്നു. പാത്തുമ്മ സ്ക്വയർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം. തകർത്ത് പൊളിച്ച് അടുക്കി. താങ്ക് യു. ഫിറോസൊക്കെ ലാസ്റ്റ് പറഞ്ഞ് ഇന്ന് പൊളിച്ചു എന്ന് പറഞ്ഞു. പൊളിച്ചിട്ട് അടുക്കി വെക്കുകയും ചെയ്തു. അടിപൊളിയായിരുന്നു മോളെ. മോക്ക് ഈ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു ചിലർക്ക് നല്ല വോയിസ് തരും, പക്ഷേ അവർക്ക് പാടാൻ ഉള്ള കഴിവ് കൊടുക്കില്ല. ചിലർ നന്നായിട്ട് പാടും, പക്ഷെ നല്ല വോയിസ് കിട്ടത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു മെയിൻ പ്രോബ്ലം അതാണ്. നന്നായിട്ട് പാടുന്നവർ ഒത്തിരി സിംഗേഴ്സ് ഉണ്ട്, നന്നായിട്ട് പാടുന്ന ഒത്തിരി പേരുണ്ട്, പെർഫെക്റ്റായിട്ട് സംഗതികളൊക്കെ വരുന്നത്, പക്ഷേ അവരുടെ വോയിസ് ഒന്നും അത്ര ഒരു വേഴ്സറ്റൈൽ ആയിരിക്കില്ല. പക്ഷെ മോൾക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു 2 കഴിവും മോൾക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി വോയിസും നന്നായിട്ട് പാടാനുള്ള കഴിവും. പ്രത്യേകിച്ച് മോളെ പപ്പ എന്നാണോ വിളിക്കുന്നത്? പപ്പാച്ചൻ. പപ്പാച്ചന് പാടില്ലേ? അപ്പം അതുകൊണ്ട് അത് കുറേ കൂടെ മോളെ ഹെൽപ്പ് ചെയ്യും വീട്ടിൽ അല്ലേ? പപ്പാച്ചനല്ലേ പഠിപ്പിക്കുന്നതൊക്കെ? ഓക്കെ. പപ്പാച്ചന് ഒത്തിരി താങ്ക്സ് പറയണം മോള് കേട്ടോ. കാര്യം അത്രയും മോളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷബ്നം. അപ്പോൾ ഇനി ഗാനാഞ്ജലി നമുക്ക് അറിയേണ്ടത് എന്താണ്? മാർക്സ്. അപ്പോൾ മാർക്സ് അങ്ങ് ചോദിച്ചോ. പാത്തുമ്മ ആരാണ്? മോളാണോ സല ചേച്ചിയാണോ? സജ്ല ഇത്തയാണോ മോളാണോ പാത്തുമ്മ?
ചോദിച്ചാൽ മാർക്സ് വേണോ? മാർക്സ് വേണോ? വേണം. ആ അപ്പൊ പിന്നെ ആരാ പാത്തുമ്മ? ഞാൻ. ആ അപ്പൊ നമുക്ക് ചോദിക്കാം 30-ൽ എത്ര മാർക്ക്? ഞാൻ 29 തരുന്നു. 29 out of 30. ഫിറോസിക്ക out of 40. 39. 39 out of 40 and Shabnam out of 30. 29.5. 29.5 അതായത് ടോട്ടൽ മാർക്സ് 97.5 out of 100. അടിപൊളിയായിട്ട് സ്കോർ ചെയ്തു അല്ലേ? ഈ കളർഫുൾ മാലയൊക്കെ ഇട്ട് വന്നപ്പോൾ അറിയായിരുന്നോ ഇത്ര മാർക്കൊക്കെ കിട്ടുമെന്ന്? പാപ്പച്ചൻ പറഞ്ഞായിരുന്നോ ഇത്ര മാർക്സ് കിട്ടുമെന്ന്? ഇല്ല. നന്നായിട്ട് പാടിയ മാർക്ക് കിട്ടും. കോൺഫിഡന്റ് ആണ് ആള്. അപ്പൊ പിന്നെ ഈ കോൺഫിഡൻസ് അതേ കണക്ക് നിൽക്കുക, പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ചേച്ചി എനിക്ക് ഒരാളോട് താങ്ക്സ് പറയാനുണ്ട്. കുട്ടമാമനാണോ? അല്ല അല്ല. എന്താ ശ്രീകുമാർ അങ്കിളിനോട്. അങ്കിളാ എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പൊ ശ്രീകുമാർ അങ്കിളിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, ശരി മോളെ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്ന സന്ദേശം റൗണ്ടാണ്. ആസ് യൂഷ്വൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് നൽകാനായി നമുക്കൊരു കണ്ടസ്റ്റന്റ് എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, സിദ്ധാർത്ഥ് ആണ്. ലെറ്റ്സ് വെൽക്കം സിദ്ധാർത്ഥ് ഓൺ സ്റ്റേജ്. ഹലോ, എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ സന്ദേശ റൗണ്ടിൽ പാടാൻ പോകുന്നത് ഇല്ലാ ദുനിയാവിൽ എന്ന പാട്ടാണ്. ഞാൻ പാടാൻ പോകുന്ന പാട്ടിൽ ഈ തലമുറയ്ക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും എനിക്ക് തരണം. വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നിൽക്കുകയാണല്ലോ സിദ്ധാർത്ഥ്. എന്താണ് പുറപ്പാട്? ഒന്നുമില്ല. പീസാണോ മെസ്സേജ്? സമാധാനം ആണോ? ആണോ? ലക്കി ഗസ്. അപ്പൊ എന്ത് പാട്ടാ പാടാൻ പോകുന്നത്? ഇല്ലാ ദുനിയാവിൽ. ഓക്കെ, അപ്പൊ പീസ് ആണ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? പീസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ മെസ്സേജ്? ലോക സമാധാനമാണ്? അല്ല. അല്ല, പിന്നെന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ആരും പാഴാക്കരുത്. വണ്ടർഫുൾ മെസ്സേജ്. അപ്പൊ നന്നായിട്ട് പാടുക മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല, കണ്ണുനീർ തുടയ്ക്കുന്നോരിൻസാൻ ഇല്ല, യതീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ. അല്ലാഹുവേ ഇത് വല്ലാത്തൊരു സമാൻ. ഇല്ല ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല, കണ്ണുനീർ തുടയ്ക്കുന്നോനിൻസാൻ. ഉണ്ടോ ശരിക്കുള്ളിൽ ഈമാനുറപ്പ്? ഉണ്ടോ ഹറാമിനോടിത്തിരി വെറുപ്പ്? ഉണ്ടോ ഹലാലിനോടൽപ്പം മടുപ്പ്? അല്ലാഹുവേ ഇത് വല്ലാത്തൊരു സമാൻ. ഇല്ല ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല, കണ്ണുനീർ തുടയ്ക്കുന്നോനിൻസാൻ. ഉണ്ടോ ശരിക്കുള്ള നിസ്കാരമെവിടെ? ഉണ്ടോ റംളാനിൽ
തുടയ്ക്കും നൂറിൻസാൻ ഇല്ല യതീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ അല്ലാഹുവേ ഇത് വല്ലാത്തൊരു സമാൻ ഇല്ല ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല കണ്ണുനീർ തുടയ്ക്കും നൂറിൻസാൻ. സിദ്ധാർത്ഥ്, ചേച്ചി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഗാനമാണ് അല്ലേ? ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്തു. ഇനി അതിൻ്റെ ശരിക്കുമുള്ള ഡീറ്റെയിൽസ് ജഡ്ജസ് പറയണം. പക്ഷേ മോനെ നല്ല ഇവിടെ ഒരു ശരിക്കും ഒരു ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ മോന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് യു ഫിറോസിക്ക. സിദ്ധാർത്ഥ്, എന്താ വെള്ളയും ഒക്കെ ഇട്ട് അതിന് ചേർന്ന ആ വസ്ത്രധാരണത്തിന് ചേർന്ന മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ് പാടിയത് അല്ലേ? മെസ്സേജ് റൗണ്ടിൽ ഒരുപാട് ചിന്തിപ്പിക്കാൻ വക നൽകുന്ന ഒരുപാട് പദപ്രയോഗങ്ങളുള്ള ഒരു പാട്ട്. ഈ പാട്ടിൻ്റെ ഡീറ്റെയിൽ വല്ലതും മോനെ അറിയോ? ഇല്ല. ഇത് നാടകഗാനമാണ്. മരുപ്പച്ച എന്ന നാടകത്തിൽ PA കാസിം എന്ന് പറയുന്ന പഴയൊരു വലിയ എഴുത്തുകാരൻ, അദ്ദേഹം എഴുതി നമ്മുടെ മലയാളത്തിൻ്റെ എന്നും അഭിമാനിക്കാവുന്ന സംഗീത സംവിധായകൻ ബാബുക്ക. ആരാ ബാബുക്ക? സംഗീതത്തിൻ്റെ ചക്രവർത്തി. അതെ അത് തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാലും ഞാൻ ചോദിച്ചത് മോനെ, ഞാൻ ബാബുക്ക എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ വ്യക്തി എന്ന് മനസ്സിലായോ? ബാബുരാജ് സാർ. MS ബാബുരാജ്. അതെ, MS ബാബുരാജ് സാർ എന്ന ബാബുക്ക ഈണമിട്ട് ബാബുക്ക തന്നെ പാടിയതാണ് കേട്ടോ. മോന് ഈ പാട്ട് പ്ലാനുകളൊക്കെ മോൻ ഒരു വിധം പാടി. അത് പൂർണ്ണമായി പാടിയെന്ന് ഞാൻ പറയില്ല, ഏറെക്കുറെ പാടി. ഭയങ്കര ടഫ് സോങ് ആണ് കേട്ടോ. പിന്നെ അല്ലാഹുവേ ഇത് വല്ലാത്തൊരു സമാനില്ല, ഇതാണ് പാടേണ്ടത്. വല്ലാത്തൊരു സമാനാണ് കേട്ടോ. മോൻ എന്താ പാടിയത്? വല്ലാത്തൊരു സമാനല്ല, വല്ലാത്തൊരു സമാൻ. സമാൻ എന്ന് പറഞ്ഞാൽ ലോകം. വല്ലാത്തൊരു സമാൻ. എന്താ ഇവിടെ? ആരാണ് ഹജ്ജിന് പോകുന്നത് ഇവിടെ? നേരായ പണമാണോ പോക്കുന്നത് അവിടെ? പേരിനൊരു ഹാജിയായി തീരുവാനല്ലേ എന്നാണ്. ഹാജിയാണെന്ന പേരെടുക്കാൻ വേണ്ടി ഹജ്ജിന് പോകുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഒരു കറക്റ്റ് മെസ്സേജാണ് ഈ പാട്ട് കേട്ടോ. അപ്പോൾ ആ അർത്ഥത്തിൽ മോന് നല്ലൊരു മെസ്സേജുള്ള പാട്ട് കൊണ്ടുവന്നു. കുറച്ചുകൂടി പാടി പെർഫെക്ഷൻ ആവാനുണ്ട്. ഇതിൽ പാട്ടിൻ്റെ പെർഫെക്ഷൻ ഇനിയും ഉയരാനുണ്ട് കേട്ടോ. എന്നാൽ തീരെ മോശമൊന്നല്ല. മോൻ്റെ ഒരു പ്രായത്തിനനുസരിച്ച് മോന് വലിയൊരു പാട്ടെടുത്ത് പാടി എന്നതിൽ മോനെ ഞാൻ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം, നന്നായിട്ട് പാടി മോനെ. പവർഫുള്ളായിട്ടുള്ള ബേസ് വോയിസ് ആണ്. താഴത്തെ റേഞ്ചൊക്കെ പാടുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ കേട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, മോന് മനസ്സിലായോ അത്? അതിൻ്റെ മോന് സെക്കൻഡ് പല്ലവി മീൻസ് അനുപല്ലവി ഒന്ന് പാടിയേ. ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പാട്. ഉണ്ടോ ശരിക്കുള്ളിൽ ഈമാനോ. അതെന്തിനാ മോൻ ഇങ്ങനെ പോകുന്ന? എന്തിനാ പാടുമ്പോൾ സ്ട്രെയിറ്റ് ഹെഡ് വെച്ചിട്ടൊന്ന് പാടി ആ പോർഷൻ. ഉണ്ടോ ശരിക്കുള്ളിൽ ഈമാനുറപ്പ്. അത് മോൻ റോങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് പാടുമ്പോൾ. പ്രോപ്പർ ടെക്നിക്കിലല്ല മോൻ പാടുന്നത്. അതുകൊണ്ടാണ് മോൻ ഇങ്ങനെ പാടിയിട്ട് അത് മോന് പിന്നെ ചെസ്റ്റ് കാണുമ്പോൾ അറിയാം മോൻ പാടുമ്പോൾ. മോനിങ്ങനെ ഒത്തിരി ചെസ്റ്റെന്ന് ഞാൻ സർഫ്രാസിനോട് പറഞ്ഞ മോൻ കേട്ടായിരുന്നോ? അതേ പ്രോബ്ലമാണ് മോനുള്ളത്. മോൻ ചെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റ് അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് മോൻ ഹെഡ് യൂസ് ചെയ്യുന്നേ ഇല്ല പാടുമ്പോൾ. ഈ ഹെഡ് ടോൺ യൂസ് ചെയ്യുമ്പോൾ അതെല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പാട്ട് പാടുമ്പോൾ ചെസ്റ്റ് പുഷ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഒന്നും ആക്കിയിട്ട് നമ്മൾ പാടരുത്. നമ്മൾ ബോഡിയെ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടല്ല നമ്മുടെ വോക്കൽ കോഡിൽ നിന്ന് ശബ്ദം പുറത്തോട്ട് വരേണ്ടത്. കൂളായിട്ട് പാടണം. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഗ്രൂമിങ് സെഷനിലൊക്കെ നിങ്ങളിത് നിന്ന് കഴിഞ്ഞാൽ വേറെ ആർക്കും ഞാൻ ഈ പ്രശ്നം കണ്ടില്ല. എനിക്ക് സർഫ്രാസിനും ഇപ്പം സിദ്ധാർത്ഥിനുമാണ് ഇത് സെയിം പ്രോബ്ലമാണ്. എന്തായാലും മുൻ ഗ്രൂമിങ് സെഷനിൽ അത് നോക്ക്. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുക പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. സജ്ല. സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞു സംഗീതത്തിൻ്റെ ചക്രവർത്തിയുടെ പാട്ടാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്ത് പാടാൻ കാണിച്ച ആ ഒരു അറ്റംപ്റ്റിനെ ഞാൻ
നല്ലൊരു കാര്യമായിട്ട് കാണുന്നു. പിന്നെ നല്ലൊരു കമ്പോസിഷനാണ് അല്ലേ, നല്ലൊരു പാട്ടാണ് മോൻ എടുത്ത് പാടിയത്. യൂഷ്വലി മോന് വരുന്ന ആ ഒരു പെർഫെക്ഷൻ ഈ ഒരു പാട്ടിൽ വന്നിട്ടില്ല തീർച്ചയായിട്ടും. പക്ഷേ ബിഗിനിങ് നോട്ട്സൊക്കെ മോൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ നല്ല പെർഫെക്റ്റ് പിച്ചിലായിരുന്നു. മോന് നന്നായിട്ട് ആ ഒരു ബേസ് റേഞ്ച് നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. ഹൈ റേഞ്ചിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. മോനിപ്പോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 8ലേക്ക്. എനിക്ക് തോന്നുന്നത് മോൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് മോന് ആ ഹൈ പോർഷനൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് വരുന്നത്. അതെന്തായാലും പ്രാക്ടീസ് ചെയ്താലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ഏജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേയും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഏജ് മാറി വരണം. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് പാടാൻ ശ്രമിക്കാം. മോൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് പരിശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സച്ചല. അപ്പോൾ ടിപ്സ് ഒക്കെ മനസ്സിലായല്ലോ സിദ്ധാർത്ഥ്? അതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് മാർക്സ് അറിയാം. ഫിറോസിക്ക ഔട്ട് ഓഫ് 40 36.5. 36.5. സച്ചല? സിദ്ധാർത്ഥിന് 27.5. 27.5. ഷബ്നം? 28 മോനെ. 28 out of 30. Total marks 92 out of 100. അപ്പോൾ സിദ്ധാർത്ഥ് നല്ല മാർക്സ് ആണ്. പക്ഷേ ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ചെറിയ കുറച്ച് കറക്ഷൻസേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോനു. ഇനി നമ്മുടെ ഫേവറേറ്റ് റൗണ്ടാണ് ഞാൻ പറയുന്നത്, ചിരിയുറുമാലാണ്. ചിരിയുറുമാൽ റൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കണ്ടസ്റ്റൻസ് വന്ന് മികച്ച പെർഫോമൻസസ് നമ്മളെ ചിരിപ്പിക്കാനായി പെർഫോം ചെയ്യുന്നു. അടുത്തതായി വരാൻ പോകുന്നത് നർമ്മദയാണ്. നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി നർമ്മദയെ സ്വാഗതം ചെയ്യാം. ഹായ്, എൻ്റെ പേര് നർമ്മദ. ഞാൻ ചിരി റൗണ്ടിൽ പാടാൻ പോകുന്നത് മമ്മാലിക്ക എ മമ്മാലിക്ക എന്ന പാട്ടാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കണം, തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. നർമ്മദ കുട്ടി, നമ്മൾ ചിരി റൗണ്ടാണോ പറഞ്ഞേക്കുന്നത്? എന്നിട്ട് ചിരിയൊന്നും ഇല്ലല്ലോ. ചിരിയുറുമാലിൽ ചിരിച്ചല്ലേ നിൽക്കണ്ടേ? ഒന്ന് ചിരിച്ചാൽ നോക്കട്ടെ, ആ ഗോൾഡൻ പുഞ്ചിരി കാണട്ടെ. അപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കോമഡി പെർഫോമൻസ് ആണോ, ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഒരുപാട് പേരുണ്ടോ സപ്പോർട്ട് ചെയ്യാൻ? എത്ര പേരുണ്ട്? 4 പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ എല്ലാവരും ചിരിക്കും എന്നുള്ള ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ നമുക്ക് 4 പേരെയും കൂടെ സ്വാഗതം ചെയ്തിട്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളു. താങ്ക് യു. നിങ്ങൾക്കറിയോ എൻ്റെ കഥ? ആകെ കഷ്ടത്തിലാ. നിങ്ങൾ എൻ്റെ കഥ കേട്ടോളി. മമ്മലിക്ക
എന്തായാലും ചിരിയില്ലെങ്കിൽ നമ്മുടെ സ്റ്റേജിൽ പക്ഷെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ എന്താണെങ്കിലും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞാവി ഉണ്ടോ? ഇല്ല, ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, പെർഫോമൻസിന്റെ പറയാം ആദ്യം. അർഷിത്, അസർ, പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആരാണ്? ജോത്സ്ന അല്ലേ? നന്നായിരുന്നു നിങ്ങളുടെ പ്രകടനം കേട്ടോ, നന്നായി. കാരണം അവർ പുറകിലിങ്ങനെ കുടയും കുത്തി, അതിൻ്റെ ഇടയ്ക്ക് കുട കൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചിരുന്നില്ലേ, അത് അസാധ്യമായി. അമ്പിളിച്ചേട്ടൻ പണ്ടൊരു സിനിമയിലുണ്ട്, ജഗതി ചേട്ടൻ പണ്ടൊരു സിനിമയിലുണ്ട്, ഇങ്ങനെ പോയിട്ട് വേറെന്തോ കാണിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നേതാവിനെ കാണുമ്പോൾ മുദ്രാവാക്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കില്ല, അതുപോലെ ഇങ്ങനെ കുത്താൻ പോയിട്ട് പിന്നെ അത് പെട്ടെന്ന് ചൊറിച്ചിലാക്കി അല്ലേ? അതൊക്കെ ഞാൻ കണ്ടു, അതൊക്കെ അസാധ്യമായിരുന്നു. അങ്ങനെ ടൈമിലി ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ കാര്യങ്ങളാണ് പെർഫോമൻസിൽ കേട്ടോ. നിങ്ങൾ അതും കൂടി ഇതിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും. നിങ്ങളുടെ ടീം നന്നായി ചെയ്തു. നർമ്മദ നന്നായി പാടി മോളെ. ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല, കുരുടിക്ക് കണ്ണും കൊടുക്കില്ല, അങ്ങനെ പറയും. അതുകൂടെ കൊടുത്താൽ, കേട്ടിട്ടുണ്ടോ നീരജ? അങ്ങനെ അതുകൂടെ കൊടുത്താൽ എന്താ അവസ്ഥ എന്ന് ചോദിക്കും. അതുപോലൊരു പാട്ടുകാരിയാണ്. പെർഫോമൻസ് കുറച്ച് കുറവാണ്, പക്ഷെ പാട്ട് അസാധ്യമാണ്. അപ്പോൾ പെർഫോമൻസ് കൂടി ഉണ്ടെങ്കിലോ ആലോചിച്ച് നോക്കൂ. എത്ര പെർഫോം ചെയ്യാൻ പറഞ്ഞാലും ഞാനതിലേക്കൊന്നും ഒരു പരിധി വരെ അത്രേ എനിക്ക് പറ്റൂ എന്നുള്ളൊരു മൂടാണ്. ഞാൻ കുറച്ച് നേരത്തിൽ നിന്നും കഴിഞ്ഞ പ്രകടനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ മോളെ നർമ്മദ അങ്ങനെ ആയിക്കൂടാ. മോളെ ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയട്ടെ, ഒറ്റ വട്ടം കൂടെ പറയട്ടെ, കഷ്ടങ്ങൾ തീർക്കാൻ അള്ളാഹു മാത്രം ഇപ്പോഴും എനിക്ക് വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിച്ചു, ഔക്കുബായി. കോഴിക്കോട് അബൂബക്കർക്ക എന്നെ അന്ന് വിളിച്ചു. കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോൺ ഇങ്ങനെ നിരന്തരം എൻ്റെ ഫോണിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ഔക്കുബായി വിളിക്കുന്നത്? അങ്ങനെ ഞാൻ റിപ്ലൈ ചെയ്തു. എനിക്ക് അന്ന് എടുക്കാൻ പറ്റില്ല. റിപ്ലൈ ചെയ്തപ്പോൾ എന്താ ഔക്കുബായി അർജൻറ്റ് വിഷയം എന്ന് വെച്ചു. അയ്യോ എൻ്റെ ഫിറോസെ, ഒരു മോളെ അറിയില്ലല്ലോ ഔക്കുബായിക്ക്. ഒരു മോള് കഷ്ടങ്ങൾ തീർക്കാൻ അള്ളാഹു മാത്രം പാടിയല്ലോ നിങ്ങളുടെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത്. ഞാൻ കിടുങ്ങിപ്പോയി. മ്യൂസിക് ഡയറക്ടർ എന്നോട് പറഞ്ഞു. സത്യം, ഭയങ്കരമായിട്ട് പാടി മോളാ പാട്ട്. അവിടെ മുതൽ മോള് ശ്രദ്ധിക്കപ്പെട്ടു കേട്ടോ. ഇതും മനോഹരമായിട്ട് പാടി. ഇതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ സജില പറയും. ഇത് സജില പട്ടുറുമാലിലെ ഒരു താരമായിട്ട് ഉയർന്നു വന്ന, ഇപ്പം നമ്മുടെ ഈ വേദിയിൽ വളരെ അഭിമാനത്തോടെ നിങ്ങൾക്ക് ജഡ്ജായിട്ടിരിക്കുന്ന സജില ഉയർന്നു വന്ന ഒരു പാട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ സജില ഇതിൻ്റെ ഡീറ്റെയിലുകൾ പറയും. മോള് നന്നായി പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. എന്താണെങ്കിലും ഉഷാറായിട്ട് ഇനി പെർഫോം ചെയ്യില്ലേ നർമ്മദ? പ്രോമിസ് അല്ലേ ഇത്? ഇനി ഇതിനകത്ത് മുതൽ അടുത്ത റൗണ്ട് മുതൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന പ്രോമിസ് ചെയ്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച്. പ്രോമിസ്, അതാണ് സ്പിരിറ്റ്. എനിവേ സജ്ല കലക്കിട്ടോ. ഒരാൾക്ക് ഭയങ്കര സന്തോഷം കലക്കി എന്ന് പറഞ്ഞപ്പോൾ. അർഷിത് കമാൽ നന്നായിട്ടൊന്ന് വീണല്ലോ ഇടയിൽ. അത് കറക്റ്റ് ആക്ടിങ് ഒന്നല്ല, കറക്റ്റ് വീണിന്. അതെ വീണല്ലേ. അത് നന്നായിട്ടൊരു പണി തന്നാണ് കേട്ടോ. എന്താണ്? ഒന്നുമില്ല. നമുക്കെന്താ ഒരു പ്രശ്നമല്ല അല്ലേ? ഗുണ്ടു ആണല്ലോ, അതുകൊണ്ട് വീണാലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അസർ എല്ലാവരെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് കോമഡി റൗണ്ടിൽ കേട്ടോ. നല്ലൊരു കാര്യം. അതുപോലെ എല്ലാവരും അസറിൻ്റെ പാട്ടിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ജോത്സന, കുഞ്ഞുമാവിക്ക് എത്ര മാസമായി? 6 മാസം. 6 മാസമാണോ? ഭക്ഷണമൊക്കെ കൊടുക്കുവോ? എന്തൊക്കെയാ കൊടുക്കുക? ചോറ്. 6 മാസത്തിൽ ചോറ് കൊടുക്കാൻ തുടങ്ങിയല്ലേ? നല്ല അമ്മ. കുട്ടി ഭയങ്കര ഫാസ്റ്റാണോ? ന്യൂ ജനറേഷൻ ആണല്ലോ അല്ലേ? നന്നായി കേട്ടോ. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ നർമ്മദ, എന്താ പറയാ, ഫസ്റ്റ് ഡയലോഗ് ആരാ പഠിപ്പിച്ചെന്നേ? അച്ഛനാണോ? അതെ. എന്താണ് ഇത്ര ഷൈ പറയാനൊക്കെ? ഡയലോഗ്സും പെർഫോമൊക്കെ ചെയ്യാൻ എന്താ ഇത്ര മടി? നമുക്ക് ഈ കാലത്ത് പെർഫോമൻസും ആ ഒരു ഡയലോഗ്സൊക്കെ പറഞ്ഞാലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പാട്ടിൻ്റെ കാര്യത്തിൽ പറയണ്ട, പുലിയാണ്. അതിപ്പോൾ ഫിറോസ്ക്ക് പറഞ്ഞു. പക്ഷേ ഡയലോഗ്സൊക്കെ ചില പാട്ടൊക്കെ ഇപ്പോൾ മോളെ കൊണ്ട് ഇപ്പോൾ പുതിയ പാട്ട് പാടിപ്പിക്കാമെന്ന് വിചാരിക്കും. അതിൽ ചിലപ്പോൾ ഡയലോഗ്സൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ പറയണമെങ്കിൽ ആ ഒരു നാണമൊക്കെ മാറണ്ടേ? അപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അടുത്ത തവണ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് ആവണം കേട്ടോ. പിന്നെ ഓർക്കസ്ട്രേനെ എനിക്ക് പ്രത്യേകിച്ച് പറയണം, കമറൂക്ക നല്ല സപ്പോർട്ടാണ് മൂക്ക് തന്നത് കേട്ടോ. ആ ഒരു കോഡ്സൊക്കെ നല്ല ഫില്ല് ചെയ്തിട്ടാണ് വായിച്ചത്. ശരിക്കും ഹെഡ്ഫോണിൽ ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. നല്ല ബാക്കിംഗ് ആണ് കൊടുത്തത്. പിന്നെ
മമ്മാലിക്ക എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ മോള് പാടിയത് എല്ലാം ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് പാടിയത്. ഒരു പ്ലാൻ തന്നെയാണ് എല്ലാത്തിലും പാടിയത്. പക്ഷേ അതിൽ ഒറിജിനൽ പാടി വെച്ചത് ഒന്ന് പാടിയിട്ട് വേണം നമ്മളൊന്ന് ഇമ്പ്രൂവൈസ് ചെയ്യാൻ കേട്ടോ. ഒറിജിനൽ അറിയില്ലേ മോൾക്ക്? കേട്ടിട്ടില്ല. ഞാൻ പാടിത്തരാം രണ്ടുപേര്. മമ്മാലിക്ക ഹേ മമ്മാലിക്ക ഇത് ഞമ്മളോട് വേണ്ടേനും മമ്മാലിക്ക മമ്മാലിക്ക ഹേ മമ്മാലിക്ക ഇത് ഞമ്മളോട് വേണ്ടേനും മമ്മാലിക്ക. അങ്ങനെയാണ് മോള് പാടിയത്. ഈ പ്ലാൻസ് ടഫാണ് മോളെ. ആ ഒരു ഇതിൽ നല്ല ടഫ് പ്ലാൻ തന്നെയാണ് ഇത്. മോള് മാക്സിമം പാടിയിട്ടുണ്ട് മോള്. പക്ഷേ എനിക്ക് ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ പാടിയിട്ട് മോള് ഇമ്പ്രൂവൈസ് ചെയ്ത് പാടാം. പിന്നെ എന്താ പറയുക, പിന്നെ അതിൽ എനിക്ക് പല്ലവിയിൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലാനാണ് നമ്മളോട് വേണ്ടേനും മമ്മാലിക്ക. നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കൊഞ്ചി പാടുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മോള്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾ 3 പേരും വെയിറ്റ് ചെയ്യും കാണാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഷബ്നം? അടിപൊളിയായിരുന്നു. ബ്രില്യൻറ്റ്. താങ്ക് യു. സൂപ്പർ. എന്തൊക്കെയാ പറയണ്ടേ? ഇനി ഈ പെർഫോമൻസും കൂടെ ഒന്ന് ശരിയായാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അത് ശരിയാവാൻ ഇനി എന്താ ചെയ്യണ്ടേ? എന്ത് സ്റ്റെപ്പ് എടുക്കും പെർഫോമൻസ് ശരിയാവാൻ? കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടേ പാടി നോക്ക്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പാടുമ്പോൾ മോൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം മോള് തന്നെ, നിങ്ങൾ കുട്ടികളെല്ലാവരും അങ്ങനെ ചെയ്യണം. ഇപ്പം നമുക്ക് തന്നെ നമ്മളുടെ സിംഗിങ് എങ്ങനെയാണെന്ന്, ഇപ്പം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും എന്നുള്ളതൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ഒന്ന് പാടിയപ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ചായിട്ട് മാറ്റാൻ പറ്റും. നമ്മളെ കാണണം, എങ്കിലേ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. കേട്ടോ? അപ്പോൾ ഇനി തൊട്ട് പെർഫോമൻസിന് ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ സിംഗിങ്ങിൽ ശ്രദ്ധ പോവാതെ പെർഫോമൻസിൽ ശ്രദ്ധിക്കണം. ഓക്കെ? ബാക്കി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. അപ്പോൾ ഇനി മാർക്സ് ആണ് അറിയേണ്ടത്. എല്ലാവരും റെഡി അല്ലേ മാർക്സ് അറിയാൻ? എത്ര കിട്ടും? 95+. 95+. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ് ആള്. എനിവേസ് നമുക്ക് മാർക്സ് ചോദിക്കാം. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40? 39.5. 39.5. സജ്ല? ഞാൻ തരുന്നത് 29.5 ആണ്. പെർഫോം കൂടി ചെയ്തിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കുമായിരുന്നു, അതുകൊണ്ട് കുറഞ്ഞു. 29.5 out of 30. ആൻഡ് ഷബ്നം? 29.5. 29.5. That is total mark is 98.5 out of 100. എന്നാലും ഒരു ചിരി വരട്ടെ. അപ്പം ഇവിടുന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇനി മുതൽ പെർഫോമും കൂടി ചെയ്യും അല്ലേ? അപ്പോൾ നന്നായി വരട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിന്നേഴ്സിന് ലഭിക്കുന്നത് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും ഹൂ ഇസ് ദ ബെസ്റ്റ് പെർഫോമർ, സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഡേ കണ്ടുപിടിക്കാനുള്ള സമയമാണ്. അത് പറയേണ്ടത് നമ്മുടെ ജഡ്ജസ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം our judges onto the stage and also our contestants. നമ്മുടെ സ്റ്റാർ പെർഫോമറിന് ലഭിക്കുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രിൻസ് പട്ടുപാവട എറണാകുളം നൽകുന്ന പട്ടുപാവടയാണ്. ആൻഡ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെർവാണിയാണ്. ആൻഡ് ദാറ്റ് വാസ് സ്പോൺസർഡ് ബൈ ക്ലാസിക്സ് മെൻസ് വെയർ അങ്കമാലി. വെൽ, ഇനി അറിയേണ്ടത് ഹൂ ഇസ് ദ സ്റ്റാർലെറ്റ് ഓഫ് ദി ഡേ. വെൽ, നമുക്ക് ഈ ഭാരിച്ച ചുമതല ഇന്ന് ഫിറോസിക്കനെ ഏൽപ്പിക്കാം. ഇന്നത്തെ സ്റ്റാറിനെ തിരഞ്ഞെടുക്കാൻ 2 കോമഡി പാടിയവരും ഒരു സന്ദേശഗാനം പാടിയവരും. പാട്ടിൻ്റെയും പെർഫോമൻസിൻ്റെയും എല്ലാം വിലയിരുത്തിയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്, മറ്റു വിധികർത്താക്കൾ എന്നോട് യോജിക്കുന്ന അർഹയായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. നർമ്മദയാണ്. മമ്മാലിക്ക എന്ന പാട്ട് പാടിയ നർമ്മദ ഇന്ന് നമ്മൾ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കും. താങ്ക് യു ഫിറോസിക്ക. താങ്ക് യു കണ്ടസ്റ്റൻസ്. ഇനി വർണ്ണശബളമായ മറ്റൊരു എപ്പിസോഡ് നമ്മൾ കാണാം. പക്ഷെ അതിനു മുമ്പായി നമുക്ക് ഒരു മനോഹരമായ ഗാനത്തോടു കൂടി ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം.